ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോയിട്ട് മറ്റേ റൈഡ്രസ് റോസ് ഉണ്ടല്ലേ കൊണ്ടുവരും. അപ്പോൾ അത് എടുക്കാൻ പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. ഒന്നാമത് അങ്ങനെ ഒരു പോർട്ടൽ സെറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് ഗൺ പൗഡറും ഷുഗർ കെയിനും ഷുഗർ കെയിനോട് ഉണ്ട്. നമുക്ക് കുറച്ച് ഗൺ പൗഡർ വേണം. നമ്മളിതിപ്പോൾ ആകെ എത്ര ഗൺ പൗഡറുള്ള നോക്കട്ടെ കേട്ടോ ചെസ്റ്റിൽ. അധികമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, 1-2 ഉണ്ടെങ്കിൽ ഉണ്ടാവും. 9 ഉണ്ട്. അപ്പോൾ വെച്ചിട്ട് എത്ര ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഗൺ പൗഡറും 9 റോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി ഷുഗർ കിങ് കിട്ടും. നമ്മളിത് 27 റോക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പോരെ നമുക്ക് തൽക്കാലം ഇൻ്റർസെസ്റ്റ് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇനിയും റോക്കറ്റ് വേണം. അപ്പോൾ രാത്രിയാണ് അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്കധികമായി അതൊരു ക്രീപ്പർ ഫാം ഉണ്ടാക്കണം. പിന്നെ നമ്മളെ വൂൾ ഫാമൊക്കെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രി ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ആവാനായോ ഇല്ല. ഓക്കെ, അപ്പോൾ രാത്രി ഉണ്ട്. അപ്പോൾ നമുക്കൊരു എത്ര ഗൺ പൗഡർ വേണോ? ഒരു സ്റ്റാക്ക് ഒപ്പിക്കാം. ഒരു സ്റ്റാക്കൊന്നും ആവില്ല ക്രീപ്പറിന് വന്നിട്ട്. അപ്പോൾ പറ്റണത്ര ഞങ്ങൾ ഒപ്പിക്കാം. മാക്സിമം ഒരു അര സ്റ്റാക്ക് നോക്കാം. അതാ നോക്കണോ? പൊട്ടി തെറിച്ച്. അപ്പോൾ അത് പോയി. അപ്പോൾ അതുപോലെ പൊട്ടി തെറിക്കണ്ട് നോക്കണം. അപ്പോൾ അത് നിൽക്കണ്. ആ ഒരു അര സ്റ്റാക്ക് ഇട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക വരുന്നത്. അപ്പോൾ 6 കിട്ടി. 3 5 അപ്പോൾ ഗൈസ് നേരം വെളുത്തുണ്ട്. അരസ്റ്റേക്ക് പോയിട്ട് ആകതാ ഈ 5 കിട്ടിയത്. ഒന്ന് സ്പോണാവണ്ടേ, നോക്കി ഇറങ്ങിയോണ്ട് ഒരെണ്ണം പോലെ സ്പോണാവണില്ല. എൻ്റെ എത്ര ഉണ്ടടാ? അപ്പോൾ ഇത്രേ 14 അത് വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ കിട്ടിക്കോളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത പണി എന്ന് പറയുമ്പോൾ നെതർ പോർട്ടൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അന്ന് അവിടേക്ക് നെതറിക്ക് കോർഡിനേറ്റ്സ് അവിടെ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ കഴിച്ച് നമ്മളിവിടെ പോർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കയറി നോക്കാം. ഇവിടെ എത്താന്നറിയില്ല. മറ്റേ മെസ്സേജ് കയറിയുണ്ട്. എവിടെ എത്തിയേ? വില്ലേജിലാണ് നമ്മളോട് കുഴിച്ചത്. എവിടേക്കായിരുന്നു? എവിടേക്കാണ്ട് കുഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പോർട്ടൽ പൊട്ടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടാക്കട്ടെ. എന്നിട്ട് ഇതാ വരുന്നേ. അപ്പോൾ അല്ലേ ഗൈസ്, നമ്മളിവിടേക്ക് പോർട്ടലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ റീസ്പോണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോർട്ടലിലേക്ക് പോയാൽ മതി. എന്നിട്ട് ഷെൽക്കർ ബോക്സും പിന്നെ എന്താണ് എടുത്തിട്ട് വരിക. നമുക്ക് കിട്ടുമെന്നറിയില്ല മറ്റേ എൻഡ് സിറ്റി ഷിപ്പൊക്കെ കിട്ടിയാൽ നോക്കാം. അപ്പോൾ ചാടല്ലേ? ഇല്ല, ഒരു ബ്ലോക്ക് കണ്ടാണ് മാറി പോയേനെ. ഇനി ഇവിടെ എന്തെങ്കിലും ഡിസ്റ്റൻസ് ഇവിടെ അടുത്തുണ്ടാവും നോക്കട്ടെ. അതാ ഡിസ്റ്റൻസ് 18 ചങ്ക്. ഇതാണ്ടിരിക്കണേ എന്താണ് ഒരു 2 രൂപ ഒപ്പിക്കുക. ഇത്ര അടുത്തുണ്ടായിരുന്ന ഷിപ്പ് കൊണ്ട് നമുക്ക് ഫസ്റ്റ് ഷെൽക്കറിനൊക്കെ കൊല്ലാം. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഷെൽക്കർ ബോക്സ് ഒപ്പിക്കണം. ഫോണിട്ട് പൊട്ടായി. എന്നെ വെടിയൊക്കരുത്. കിട്ടിയില്ലേ? ആര് അവിടെ ആരും ഇല്ലല്ലോ. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇല്ല, ഞാൻ അടിച്ചോണ്ടിരിക്കുമ്പോ ടെലിപ്പോർട്ടായിട്ടായിരുന്നു. ഞാൻ എന്റെ വീഡിയോയില് കാണിച്ചു തരാം. അപ്പൊ ഒരു ഉണ്ടാക്കാൻ പറ്റില്ലേ? അതിന്റെ കൈ കിട്ടി. കണ്ണെണ്ണം കിട്ടി. ബോക്സ് മറ്റേ ഷൽക്കറിന്റെ സാധനം. അപ്പോൾ ഫുള്ള്
ഒന്നല്ല നമ്മൾ സംസാരിക്കാനും പറ്റില്ല. ഓക്കെ. ഫുള്ള് മറ്റേ ലെറ്ററൊക്കെ എടുത്തിട്ടുണ്ട്, ഹെൽത്ത് ബോക്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെടുത്ത് 3 ഷെല്ലുണ്ട്. എൻട്രസിസ്റ്റിൽ 3 ഷെല്ലുണ്ട്. ഇപ്പോൾ നമുക്ക് 6 ഉണ്ടാക്കാം. പിന്നെ ഗെയിമർ തേഴ്സിൻ്റെ കയ്യിൽ എത്ര ഒരു 3 ഉണ്ട് തോന്നുന്നു. 3 ഉണ്ട്. അപ്പം 3 6 അല്ല 2 ഉണ്ട് തോന്നണം എൻ്റെ അടുത്ത്. 2 എത്ര ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 8 ഷെൽക്കർ ബോക്സ് ഉണ്ടാക്കും എന്തായാലും. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ ലെറ്ററൊക്കെ കുറച്ചൊക്കെ മെൻറ്റാക്കണം. ഞാൻ അതിൽ എൻട്രേക്കും 3 ഒക്കെ ചേർക്കണം. അപ്പോൾ അതൊക്കെ ചേർത്ത് വീട്ടിലേക്ക് പോയി ഒന്നുകൂടി നമുക്ക് സിറ്റിക്ക് വരണം, വേറെ സിറ്റി കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഒരേ ലെറ്റർ ഇട്ടുള്ള നമുക്ക് 2 ലെറ്റർ വേണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഒന്ന് വീട്ടിൽ കൊണ്ട് വീട്ടിൽ എത്തി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന. ഞാനെൻ്റെ വീടെത്തി. അതാ രാത്രി ആണെന്ന് കിടന്നുറങ്ങാം. സ്ട്രോങ് റൂമിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഒക്കെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാ ഷെൽഫർ ബോക്സ് ഇരിക്കുന്നുണ്ട്. ഇതിൽ മറ്റേ ലൈബ്രറി മറ്റേ ബുക്ക് ഷെൽഫുള്ള സംഭവമല്ല, അവിടെ സ്പോണായിട്ട് കിട്ടിയതാണ്. നമ്മൾ 3 ഷെൽഫർ ബോക്സാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ വെച്ച് അടി തുറക്കാൻ പറ്റില്ല. നല്ല ലാഗടിക്കണേ. അതിൻ്റെ ബിസിനസ് എന്ന് തുറക്കട്ടെ. നല്ല ലാഗടിക്കേണ്ടത്. ഞാൻ മറ്റേ എൻ്റെ സിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് റെൻഡർ ആയിട്ടുണ്ടായിരുന്നതാ. എത്ര 18 ചങ്കാട്ടെന്ന് തോന്നുന്നു. അത് ഒരു 12 ഇടാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ സാധനങ്ങളെ ഷെൽക്കർ ബോക്സിൽ ആക്കാം. നമ്മൾ ഇതിനൊക്കെ ഡൈ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒരു പ്രോപ്പർ ഇതൊക്കെ ആക്കണം. 12 എൻഡർഫേസ് ഉണ്ട്. ഓക്കെ. നമുക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ലെറ്ററിൽ മെൻറ്റിങ്ങും ഇതൊക്കെ ആഡ് ചെയ്യണം. അയ്യോ ഇതിലൊന്നും ഇല്ലല്ലോ ആഡ് ചെയ്യാൻ. ഇത് മെൻറ്റിങ് അല്ലേ? മെൻറ്റിങ് ആവോ? മെൻറ്റിങ് ഉണ്ട്. അത് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്തിട്ടുണ്ട്. അൺബ്രേക്കിംഗ് 3. അപ്പോൾ ഈ എപ്പിസോഡ് ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി കാണുന്നവരെ ബൈ ബൈ. ആരും പോലെ അവിടെ ഇപ്പോൾ ഫോണൊക്കെ ഇപ്പോൾ വീഡിയോയിലൊരു കാര്യം കൂടി പറയാണ്ട്. നമ്മൾ ഇപ്പോൾ എന്താ പറയുക, നമ്മളെന്താ പറഞ്ഞത്, ബേസിൻ്റെ പണി ഇതൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ ബേസിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ ഇത് കുറേ കുഴിക്കുണ്ടാവും. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞത് ഈ ഒരു ചങ്ക് മൊത്തം ബെഡ്റൊക്കെ വരെ കുഴിക്കാമെന്നാണ്. അതങ്ങനെ തന്നെ കുഴിക്കാൻ ഒരു മാറ്റമില്ല. അപ്പോൾ വെറുതെ നമ്മളൊരു സ്ക്വയറിൽ കുഴിച്ചിടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ചെറിയൊരു കേവ് ഫീൽ എന്ന് വെച്ചാൽ നന്നായിട്ട് കേവ് പോലെ ആവില്ല, ചെറിയൊരു എന്താ കേവ് പോലെ അങ്ങനത്തെ ഒരു രീതിയിൽ ആക്കിയെടുക്കണത്. ഇത് എനിക്കറിയാം ചങ്ക് ബേസ് ലൈഫാണ്, അല്ലാണ്ട് കേവ് ലൈഫ് അല്ല എന്നൊക്കെറിയാം. അപ്പോൾ കുറേ കേവ് പോലെ ആക്കാണ്ട് കുറച്ചൊരു നമുക്ക് സ്മൂത്ത്നെസ് ആക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മളെ ഫസ്റ്റത്തെ ഒരു ഇതിപ്പോൾ 16x16 ഉണ്ട്. ഞാനിതൊരു നമ്മളെ തുടങ്ങില്ലേ നമ്മൾ ബേസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് തുടങ്ങില്ലേ മോൾ ഭാഗം, അത് ഞാനൊരു 5x5 ആക്കാൻ വെച്ച്. ഇങ്ങനെ എന്ന് വെച്ചാൽ ഇത് 1 2 3 4 5, അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും 5, ഇവിടുന്ന് അങ്ങോട്ടും 5, ഇവിടുന്ന് അങ്ങോട്ടും 5, അങ്ങനെ സ്ക്വയർ ഫസ്റ്റ് വെട്ട. എന്നിട്ട് അവിടുന്ന് താഴേക്ക് ഇങ്ങനെ കുഴിച്ചിട്ട് ഇങ്ങനെ വലുതാക്കി ഒരു ചങ്ക്, ചിലപ്പോൾ താഴേക്ക് എത്തുമ്പോൾ ഒരു ചങ്കിനായിട്ട് നല്ല വലുതാവും, വലിയൊരു ഹാള് പോലെ ആക്കിയിട്ട്. അങ്ങനെയാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെ എനിക്ക് അങ്ങനെ തന്നെ എനിക്ക് മിക്കവാറും ആക്കുക. അപ്പോൾ നിങ്ങളെ അഭിപ്രായം കൂടി നോക്കുക. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഇത് ബേസിൻ്റെ പണി തുടങ്ങും. അപ്പോൾ അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഓഫ് ക്യാമറയിൽ നിന്നിട്ട് ഞാൻ കുഴിക്കതിൽ ഞാനും ഗെയിമർ സൈസിൽ കൂടിയിട്ട് കുറച്ചൊന്ന് കുഴിച്ചിടാം. അതിനൊരു പ്ലാനിങ് ഇതാക്കാം. എന്നിട്ട് എൻ്റെ അടുത്ത എപ്പിസോഡിൽ നിന്നിട്ട് ഞാൻ ആ പ്ലാനൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ സംഭവം ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡ് നൽകുന്നത് ടാറ്റ ബൈ ബൈ.